വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സോ ഗെയിമേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. സോ അപ്പോൾ ഇത് നമ്മുടെ വീടുണ്ടാക്കുന്നതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 2. ഓക്കെ, എന്താണ് ഇത്? ഓക്കെ, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ വില്ലേജറിനെ തപ്പി നടക്കുകയാണ്. കാരണം ഇവിടെ ഒരു വില്ലേജർ ഉണ്ടായിരുന്നു, കോള് കൊടുത്തതിൻ്റെ എമറാൾഡ് ഇരുന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ ആ ഒരു വില്ലേജറിനെ തപ്പി നടക്കുകയാണ് ഗൈസ്. ആ ഒരു വില്ലേജർ അയ്യോ, നമ്മളേതോ കുടിയിൽ വീണ് ഓടെ. ഓക്കെ, ഇതെന്താണ് വെക്കണോ? ഓക്കെ, നമ്മളിത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ കോൾ കൊടുത്തതിന് എമറാൾഡ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. ആളെ എവിടെയാണെന്നാണ് കേസ് ഞാനിപ്പോൾ നോക്കണേ. സോ ആള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സോ നമുക്ക് തപ്പാം കേസ്, തപ്പിക്കൊണ്ടിരിക്കാം ഗൈസ്. 1 मिनट दो दोस्त के ऊपर लगे हैं. എന്തൊക്കെയാ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. സോ എന്തൊക്കെയൊക്കെയോ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. സോ അയ്യോ ഗൈസ്, രാത്രിയാകാൻ പോവാണ്. രാത്രിയോടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ സേഫല്ല. സോ നമുക്കെന്തായാലും നേരെ മേലോട്ട് കയറാം. അവർ ചങ്ങായി എവിടെയാണ് ആവോ? അവർ കോൾ കൊടുത്ത് കഴിഞ്ഞാൽ എമറാൾഡ് വരാമെന്ന് പറഞ്ഞൊരു പുള്ളി. ഓക്കെ, കയറും ബെല്ലടിച്ച് കഴിഞ്ഞാൽ പുള്ളി വരായിരിക്കും. എല്ലാവരും വീട്ടിൽ കയറിയിക്കി. ഓക്കെ, എല്ലാം വീട്ടിൽ കയറിയിരിക്കണം. എടാ സ്കൾട്ടൻ ഗൈസ്, സ്കൾട്ടൻ വന്ന് ഷീൽഡൊക്കെ ഉണ്ട് കയ്യിൽ. അതുകൊണ്ട് കുഴപ്പമില്ല, പുള്ളി കാണാണ്ട് നോക്കണം. അയ്യോ ഗൈസ്, ഓക്കെ സേഫായി. നമുക്ക് എന്തായാലും നേരെ ഓടി പോവാം. അയ്യോ ഗൈസ്, ജന്തുക്കൾ ഗൈസ്, നമുക്ക് എന്തായാലും ഓടിപ്പോണം. ഓക്കെ, വീട് ആ ഒരു ക്രീപ്പറൊന്ന് പൊട്ടിത്തെറിപ്പിച്ച് ആകെ നാശാക്കി. സോ വീട്ടിൽ കയറി ആരടക്കി ഈ മണ്ടൻ എന്താ ചെയ്യുന്നേ? ഓക്കെ, വീട്ടിൽ കയറി വാരടച്ചുറങ്ങ്. കിടന്നുറങ്ങ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വീട് അവിടെ പകുതി പണി പൂർത്തിയായിട്ടിരിക്കുകയാണ്. സോ ഇനി നമുക്ക് ബാക്കി പണി കൂടി നോക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ, ഇതെന്തറത് ഒക്കെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്തതും പിന്നെ വിലപിടിപ്പൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്കെടുത്ത് ഇങ്ങോട്ടൊക്കെ വയ്ക്കാം. ഓക്കെ, നമുക്ക് സ്റ്റെയർസ് ആവശ്യമില്ല, വുഡൻ പ്ലാങ്ക്സ് ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോവാണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഗൈസ്, അയ്യോ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഏതെങ്കിലും ഒരു സ്ഥലം ഗൈസ്, നമുക്ക് സാൻഡ് കണ്ടുപിടിക്കാൻ പോകണം. സാൻഡാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. സോ മാത്രമല്ല, നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രഷ് ഉണ്ടാക്കണം. ബ്രഷ് സോ എന്താ കോപ്പറും ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, മറ്റേ നമ്മുടെ സാധനം കിട്ടുന്നതാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത്. സോ നമുക്ക് അങ്ങനെ ഞാനൊന്ന് നോക്കാം. സോ കോടെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പന്നി പോർക്ക് നമുക്ക് എവിടേക്ക് ആക്കാൻ വയ്ക്കാം. സോ അപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ എടുത്ത് തിന്നാം. സോ ഓക്കെ, കുക്കഡ് പോർക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, വേഗം ആവണോ. പിന്നെ നമുക്ക് നമ്മുടെ ഇതെടുത്തിട്ട്, നമ്മുടെ ഓക്ക് പ്ലാങ്ക്സ് എടുത്തിട്ട് നമുക്ക് ബോട്ട് ഉണ്ടാക്കണം. കാരണം നമ്മൾ ബോട്ട് വഴിയാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, ബോട്ട് ഇവിടെ ചലന്തി പുറത്ത് കിടക്കുന്നുണ്ട്. ചലന്തി വലിയ കുഴപ്പമില്ല. നമ്മുടെ
സൗണ്ടൊക്കെ പോയി. മറ്റേ സ്കെൽറ്റനും അവരൊക്കെയാണ് ഗൈസ് ഇച്ചിരി സീനുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ബോട്ടൊക്കെ എവിടെയാണ് നോക്കണം. ഓക്കെ ഗൈസ്, ബോട്ടൊക്കെ ഇതെന്താണത്? ഓക്കെ, ഓക്ക്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു ബോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുത്ത് നേരെ നമ്മുടെ ബോട്ട് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ യെസ് ഗൈസ്, ബോട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇവിടേക്ക് വയ്ക്കാം. ഓക്കെ, മാറോ ഇതാണ് ഗൈസ്. ഓക്കെ, പോർക്കെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. സോ നമുക്ക് പോർക്കൊക്കെ എടുക്കാം. ഓക്കെ, നമ്മുടെ കോളെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ടോർച്ച് കയ്യിലെടുത്തോട്ടെ, രാത്രിയൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുത്തി വെച്ച് പോവാമല്ലോ. സോ നമുക്ക് ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കണം ഗൈസ്. പിക്കാക്സ് അത്യാവശ്യമാണ്. പിക്കാക്സിന് എത്ര ഇതാണ് ഗൈസ് വേണ്ടത് എനിക്കറിയത്തില്ല. പിക്കാക്സിന് എനിക്ക് തോന്നുന്നു ഒരു 3 ഡയമണ്ട് വേണം. 3 ഇത് വേണമെന്നുണ്ട് ഇങ്ങോട്ട്, എന്നാലാണ് നമ്മുടെ ഓക്കെ ഗൈസ്, ഒരെണ്ണം കൂടി വേണം. 3 എണ്ണം വേണം നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തൽക്കാലം സ്റ്റോണിൻ്റെ സ്റ്റോണും ഇല്ല ഗൈസ്, ഇതെന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് തൽക്കാലം സ്റ്റോണിൻ്റെ ഒരു പിക്കാക്സ് ഇരിപ്പുണ്ട്. സോ നമുക്കത് വയ്ക്കാം. സോ യൂസ് ചെയ്യാത്ത പുതുപുത്തൻ പിക്കാക്സാണ്. സോ അപ്പോൾ നമുക്ക് ഇതും കൊണ്ടുപോകാം നമ്മുടെ സാൻഡ് കണ്ടുപിടിക്കാൻ. സാൻഡ് എവിടെ? സാൻഡ് ഇവിടെ ഉണ്ട്. സാൻഡ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ കുറേ വലിയ വലിയ സ്ഥലത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴേക്കും സാൻഡ് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ വില്ലേജൊക്കെ കണ്ടുപിടിക്കാൻ വേറെ സ്ഥലത്തേക്കൊക്കെ പോകണം. ഓക്കെ, ഇപ്പം ചമ്മയിട്ടുണ്ട് ഗൈസ് നമ്മൾ. സോ സാൻഡ് ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, സാൻഡിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാൻഡ് വെച്ചിട്ട് ഗ്ലാസ് ഉണ്ടാക്കണം. സോ ഗ്ലാസ് ഉണ്ടാക്കാനായിട്ടാണ് ഞാനൊരു സാൻഡ് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഡേർട്ടും കൂടി വന്ന്. ഓക്കെ, സാന്റാക്ലോസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാ സാൻഡും നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ സാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എടാ വാട ധൈര്യണ്ടേ, വാട നീ വാ, പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ചത്തിട്ടുണ്ട് പുള്ളി. പണ്ടത്തെ പോലെ അല്ല ഗൈസ് ഞാനിപ്പോൾ. ഞാനിപ്പോൾ വീണ്ടും പണ്ടത്തെ ഒരു പ്രോയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലാമയൊക്കെ അവിടെ കിടപ്പുണ്ട്. സോ ലാമേനൊക്കെ നമുക്ക് നമ്മുടെ ഇത് ഫാമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാമേനകത്താക്കാം. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫർണേസിൽ വെച്ചിട്ട് ഫർണേസിൽ കൊണ്ടുപോയി നമ്മുടെ ഗ്ലാസ് ചൂടാക്കണം. സോ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ കോള് വീണ്ടും എടുക്കാം. കോള് പിന്നെ നമുക്ക് കുറച്ചുകൂടി മൈനിങ്ങിനൊക്കെ പോകണം ഗൈസ്. ഇതല്ല ഫർണേസ്. ഓക്കെ, കുറച്ചുകൂടി മൈനിങ്ങിന് നമുക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലാസ് ആയി വരുന്നവരെ കാത്തിരിക്കാം. ഓക്കെ, എത്ര ഗ്ലാസ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. 18 എണ്ണം ആയിരിക്കും ഗൈസ്. 18 എണ്ണം നമുക്ക് പോരാ, ഇനിയും വേണം. സോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സാൻഡ് കളക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, കുറച്ചുകൂടി സാൻഡ്. ഓക്കെ, സാൻഡ് നമുക്ക് വെറും കൈ കൊണ്ട് എടുക്കാം, പക്ഷെ നമ്മൾ പിക്കാക്സ് എടുക്കുകയാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ അയൺ മൈനിങ്ങിനൊക്കെ പോകണം. അയണൊക്കെ നമ്മുടെ കയ്യിൽ വളരെ കുറവാണ്. സോ എൻ്റെ അമ്മേ ഗൈസ്, വെള്ളം ഒഴുകി വന്നപ്പോഴേക്കും ഇനി അവിടെ ആകെ അലമ്പായി ഗൈസ്. ഇവിടുത്തെ വെള്ളമൊക്കെ നമുക്കെടുത്ത് കളയണം. സോ എൻ്റെ പമ്പ. ഓക്കെ അമ്മേ. ഓക്കെ ഗൈസ്, നമുക്ക് അത്യാവശ്യം സാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്തോട്ട് കിടക്കാം. എത്ര ഗ്ലാസ്സായി നോക്കാം. കുറച്ച് ഗ്ലാസ് ആയിട്ടുള്ളൂ. 12 സാൻഡ് ഇപ്പോഴേ കിട്ടി കേട്ടോ. ഓക്കെ, 24 ഗ്ലാസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അറ്റത്തൊക്കെ സാൻഡ് കിടപ്പുണ്ട് കേട്ടോ. സോ നമുക്ക് അതും കൂടി പോയി പറക്കിയെടുത്തുകൊണ്ട് വരാം. ഞാൻ വലിയൊരു എന്താ പറയുക മൈനിങ് ഒരു സംഭവത്തിനൊക്കെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു, ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. കാരണം നമ്മുടെ വില്ലേജിൻ്റെ അപ്പുറത്ത് വലിയൊരു പുഴയാണ്.
സോ ഒരു പുഴ വെച്ച് നമുക്ക് പുഴ കാരണം നമുക്ക് ഈ ഒരു ബോട്ടിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓ ഇവിടെ നിന്നും വെള്ളം ഗൈസ്, എങ്കപ്പോത്തോലും തീ. ഓക്കെ എടാ ഓക്കെ ഇപ്പോഴേക്കും അടുത്ത വെള്ളത്തിൽ പോയി ചാടിയവൻ. ഓക്കെ കുറച്ചുകൂടി സാൻഡ് ഗൈസ്, അതിൻ്റെ കുറച്ച് സാൻഡിൻ്റെയും കൂടി ആവശ്യമുള്ളൂ. സാൻഡൊക്കെ അവിടെയാണ്. സോ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കോള് വരാമെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജറിനെ കണ്ടുപിടിക്കണം കേട്ടോ. ആൾ ഏത് കാട്ടിലാണാവോ? എടാ ഒരു വില്ലേജറല്ലേ ഗൈസ് നടന്നത് ഇപ്പോൾ തന്നെ? വില്ലേജറല്ല അത്. ഇയാളിത് അവിടെ ഇവിടെയൊക്കെ ഈ ക്രീപ്പർ അവിടെ ഇവിടെയൊക്കെ കുഴി ഉണ്ടാക്കി വെച്ചിട്ട് തേങ്ങ ഒക്കെ. നമുക്ക് പിന്നെ ആർമഡിയിലോൻ്റെ സംഭവമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതെടുക്കണം, നമ്മുടെ ബ്രഷ് ഉണ്ടാക്കണം ഗൈസ്. ഒരു ബ്രഷല്ല ആർമഡിയിലോ നമ്മുടെ അയ്യോ എന്തായിരുന്നു ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ സ്പൈഡറൊക്കെ അവിടെ വെപ്പുണ്ട്. സ്പൈഡർ നമ്മളെ രാവിലെ ഒന്നും ചെയ്യില്ല. സോ എനിക്ക് നേരത്തെ അറിയുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഓക്കെ നമുക്ക് നമ്മുടെ വീടിന് കംപ്ലീറ്റ് ആക്കണം. സോ അതിന് വേണ്ടി ഗ്ലാസ് ഫുള്ളായോ നോക്കാം. സോ 15 ഗ്ലാസ് ഓക്കെ, 14 17 ഒക്കെ നമുക്ക് ഉള്ള ഗ്ലാസ്സൊക്കെ കൊണ്ട് വയ്ക്കാം. ഓക്കെ ഇത്ര നേരമായിട്ട് ഇത്ര ഗ്ലാസ്സൊക്കെ ആയിട്ടുള്ളൂ, 16 ഗ്ലാസ് ആയിട്ടുള്ളൂ. സോ നമുക്ക് നമ്മുടെ ഗ്ലാസ് ഒരെണ്ണം വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് തീരും കേട്ടോ. പിന്നെ നമുക്ക് പൊട്ടിച്ചാലൊന്നും കിട്ടത്തില്ല. ഇതിൻ്റെ അകത്ത് എല്ലാവരും ഓക്കെ ആരും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ ഒരു ചോപ്പ ബെഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ചോപ്പ കളർ ബെഡ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ചോപ്പ ബെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇവിടുത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് മേലിൽ കയറിയിട്ടാണ് കേസ് നമ്മുടെ അടുത്ത ലെയർ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഗ്ലാസ് വേണം. സോ ഒരു ഗ്ലാസ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് മേലിലോട്ട് സ്റ്റെയറൊക്കെ പണിയണം. സോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ അതിന് തന്നെ ഗ്ലാസ് 4 5 6 7 ഒക്കെ വായോ എല്ലാം പോരട്ടെ. ഓക്കെ ഗൈസ് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്റ്റെയേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റെയേഴ്സ് എടുത്ത് പോവാം. സോ സ്റ്റെയേഴ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മേലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം, മേലത്തെ ഫ്ലോറിൻ്റെ. ഓക്കെ പിന്നെ നമ്മൾ കുറച്ച് വാതിലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വീടിന് വാതിലും വെക്കണം. സോ വാതിൽ വയ്ക്കാം. ഓക്കെ ഇവിടെ വാതിലവിടെ ഒക്കെ 3 ഡോറ് ഇരിപ്പുണ്ട്. സോ നമുക്ക് ഡോറും സെറ്റാക്കാം. സോ നമുക്ക് അടച്ചിടാം. എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് പോകും എന്തെങ്കിലുമൊക്കെ. ഇവിടുത്തെ നാട്ടുകാരെയൊന്നും വിശ്വാസമില്ല. സോ ഓക്കെ ഒരു പന്നിക്കുട്ടന് നിൽപ്പുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മൾ എങ്ങനെയുണ്ട് ഗൈസ്. ഓ ഗൈസ് ആർമഡിയിലോ ഓക്കെ നമ്മുടെ വില്ലേജിൽ എപ്പോഴും കറങ്ങി കിടപ്പുണ്ട്. സോ നമുക്ക് പിന്നെ എടുക്കാം. സോ ഇത് പതുക്കെയാണല്ലോ ഈ ആർമഡിയിലോ പോകുന്നത്. സോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ 2 ഡോറ് വെച്ചിട്ടുണ്ട്. സോ 2 ഡോറ് നമ്മൾ തുറന്നത് അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മേലത്തെ പരിപാടി തുടങ്ങാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ സാധനം അവിടെ നിന്ന് മാറ്റണം. ഓക്കെ ഗൈസ് അപ്പോൾ ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ 1 2 ഓക്കെ 2 ആയപ്പോഴേക്കും ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തങ്ങ് കളയാം. ഓക്കെ നമ്മുടെ വീടിൻ്റെ പകുതി പണി തീർന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ. അടിക്കൽ തന്നെ കൊണ്ട് വെച്ചോളൂ അവൻ. ഓക്കെ ആക്സെപ്റ്റ് ചെയ്യടാ. ഓക്കെ ഒരു കട്ടയും കൂടി നമുക്ക് എടുത്ത് കളയാം. ഓക്കെ സെറ്റ് ഇപ്പോഴേക്ക് തല തിരിച്ച് വെച്ച് എന്ത് കഷ്ടമാണ് കേസത്. ഓക്കെ ഇയാളെന്തറാ. ഓക്കെ ഇയാളല്ല നമ്മുടെ കുഴപ്പമാണ്, മര്യാദയ്ക്ക് വെക്കാൻ അറിയാത്തതുകൊണ്ടാണ്. സോറി സ്റ്റീവ്. ഒരെണ്ണം ഇവിടെയും കൂടി വെക്കണം. ഓക്കെ സ്റ്റെപ്പൊക്കെ ഒരു ജാതിയായി ഗൈസ്, വല്ലാത്ത ജാതി. ഓക്കെ ഈ വഴി കയറിയിട്ട് നമുക്ക് ഇവിടെ ഒരെണ്ണം. ഓക്കെ ഗൈസ് ഓക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കും കൂടി പൊട്ടിച്ചിട്ട് ഇവിടെയും കൂടി വെക്കണം. ഓക്കെ നമ്മുടെ ബെഡ്റൂം പണിയണം ഗൈസിന്. നമുക്ക് ഇവിടെയും കൂടി ഒരെണ്ണം. ഗൈസ് അപ്പോൾ നമ്മുടെ സ്റ്റെയർകേസ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഗ്ലാസ് അല്ല ഇവിടെയും കൂടി ഡോറല്ല ഗ്ലാസ്. ഓക്കെ ഗൈസ് 3 ഡോറ് കിട്ടിയത് കാര്യമായി, കാരണം ഒരു ഡോറ് വെച്ച് നമുക്കൊരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. ഓക്കെ ഇവിടെ ഒരു ഗ്ലാസ്. ഓക്കെ ഇവിടെ ഒരു ഗ്ലാസ്.
ഇവിടെ ഒരു ഗ്ലാസ്, ഇവിടെ ഒരു ഗ്ലാസ്. ഗൈസ് ഇത്ര ഗ്ലാസ് അല്ല ഗൈസ്, നമ്മൾ മേലിൽ കൂടി കുറച്ചുകൂടി ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, ഇനി ഒരു 3 ഗ്ലാസ് കൂടി. 1 ഗ്ലാസ്, 2 ഗ്ലാസ്. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ഗ്ലാസിൻ്റെ പരിപാടിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ നമുക്ക് തൽക്കാലം ഇവിടെ ബെഡ് ഇട്ട് ഉറങ്ങാം ഗൈസ്. ഇവിടെ അല്ല നമ്മുടെ ബെഡ്റൂം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് തൽക്കാലം ഇവിടെ ബെഡ് ഇട്ട് ഉറങ്ങാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആദ്യത്തെ നൈറ്റാണ് ഗൈസ്. വീട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് കിടന്നുറങ്ങുന്നത്. ഒരു നല്ലൊരു സുപ്രഭാതം. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ വീട്? ഒരു 60% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി കംപ്ലീറ്റ് ആക്കാണ്ട്. ക്രീപ്പർ മുന്നിൽ തന്നെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് ക്രീപ്പറായിട്ട് ഫൈറ്റ് ചെയ്യാം. അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ക്രീപ്പറായിട്ട് നീ പോടാ. ഓക്കെ, അമ്പ് ഇവിടെ ഒന്ന് പൊട്ടിത്തെറിച്ച് ഗൈസ്. അപ്പോഴേക്കും ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമായി ഗൈസ് ഈ ക്രീപ്പർ തേങ്ങ. നമുക്ക് എന്തായാലും കുഴിയൊക്കെ മൂടാം. കാരണം എൻ്റെ വീടിങ്ങനെ കുഴിയൊക്കെ ആയിട്ട് അലങ്കോലായി കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, വീടിൻ്റെ മുൻഭാഗം. സോ അതുകൊണ്ട് നമുക്ക് കുഴിയൊക്കെ മൂടാം. എന്ത് മാന്യനാണ് ഗൈസ്. ഓക്കെ, നമ്മൾ പണ്ടേ മാന്യന്മാരായ കാരണം കുഴപ്പമില്ല. ഓക്കെ, 7 ഡേട്ടും കൂടെ ഉള്ളൂ. ഓക്കെ, സോന. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അടുത്ത നമ്മുടെ ബെഡ്റൂം ഗൈസ്. ബെഡ്റൂം പണിയണം. സോ നമുക്ക് ബെഡ്റൂമിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് തന്നെ ഗ്ലാസ് എത്രയും നോക്കണം. ഓക്കെ, 9 ഗ്ലാസ്. ഇത് പോരാ എന്തായാലും, ഗ്ലാസ് ഇനിയും വേണം. പക്ഷേ നമുക്ക് തൽക്കാലം ഇത്ര മതി. നമുക്ക് ഇത്ര മതി എന്നല്ല, ഇത്ര എടുക്കണം. ഇത്ര നമുക്ക് എടുത്താൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ പ്ലാങ്ക്സ് എടുക്കണം. ഓക്ക് പ്ലാങ്ക്സ് എടുത്ത് നേരെ ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബെഡ്റൂം പണിയണ സംഭവത്തിലോട്ട് കിടക്കാം. ബെഡ്റൂം പണിയണ നമ്മുടെ ഘടമയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കിയതിനാൽ ഗ്ലാസ് ഒന്നും ഉള്ള പോലെ തോന്നില്ല. അറ്റത്തുനിന്ന് നോക്കിയതിനാൽ ഡയറക്റ്റ് അവിടെ കൊണ്ടുവച്ചു. ഞാൻ തന്നെയാണ് പൊളിച്ച് കളയാം. ഡേർട്ടൊന്നും വേണ്ട ഗൈസിന്. ഓക്കെ, ഇനി നമുക്കൊരു 4 ബ്ലോക്ക് മേലിലോട്ട് നോക്കണം ഗൈസ്. 1 2. ഓക്കെ, 1 2 നോക്കട്ടെ. 1 2 3. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് വെക്കണം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൊളിച്ച് കളയാം. ഏറ്റവും മേലത്തെ അവിടെ തന്നെ ഇരുന്നോട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മൾ വെച്ചത് തെറ്റാണ് കേട്ടോ. ഇങ്ങനെയല്ല ഗൈസ് വെക്കണ്ടേ, ഇവിടെ നിന്നാണ് ഗൈസ് തുടങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പൊളിച്ച് കളഞ്ഞോ. അയ്യോ ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് അങ്ങോട്ട് ഇതുപോലെ തന്നെ അങ്ങ് പോകണം. 1 2 3. വെറുതെ വെച്ച് കളയല്ലേ. ഓക്കെ, 4. ഓക്കെ ഗൈസ്, സെറ്റ്. നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ പൊളിച്ച് കളയാം. ഇനി ഇവിടെ നിന്നൊരു 6 അടി നമുക്ക് ഇങ്ങോട്ട് തന്നെ വരണം. സോ നമ്മുടെ കയ്യിൽ എന്തായാലും പ്ലാങ്ക് എന്തായാലും തീരും. സോ അപ്പോൾ നമുക്ക് ഇനിയും പ്ലാങ്ക് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, പ്ലാങ്കിന് വേണ്ടി നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഇത് കഷ്ടപ്പാടാണ്. നോക്ക്, വീട് ഇത്രയും കംപ്ലീറ്റ് ആയി. ഇത്രയൊക്കെ മതി ഗൈസ് വീട്. പക്ഷേ എനിക്കെൻ്റെ ബെഡ്റൂം കൂടി പണിയാണ്. ബെഡ്റൂം നമുക്ക് അവിടെ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ. ഗൈസ്, പശു. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഇറച്ച ബീഫ് തിന്നാൻ പോവാണ്. ഓക്കെ യെസ് ഗൈസ്, ന്യൂ റെസിപ്പി അൺലോക്കഡ്. ഓക്കെ, ബീഫ് എൻ്റെ പൊന്ന് ബീഫ് കേട്ടോ. ഓക്കെ ഗൈസ്, പിന്നെ ഇവിടെ കുറേ ചെമ്മരിയാടൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വെട്ടി കൊന്നിട്ടാണ് ഗൈസ് നമ്മൾ ആ ഒരു ചോപ്പ ബെഡ് ഉണ്ടാക്കിയത്. ചോപ്പ കളർ ഉണ്ടാക്കുന്നത് മറ്റേ പൂവ് എടുത്തിട്ട്, പൂവിൻ്റെ ഡൈ ഒക്കെ എടുത്തിട്ട്. ഗൈസ്, ഇവിടെ ഒരു തേനീച്ചക്കൂടുണ്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പുള്ളി വരാമോ തേനീച്ച? അയ്യോ, തേനീച്ച വന്നറാ. ഓക്കെ, തേനീച്ച പോയി. നമ്മൾ തേനീച്ചക്കൂട് എടുത്തിട്ടുണ്ട്. തേനീച്ചക്കൂട് തന്നെ കിട്ടി ഗൈസ്. ഓക്കെ, തേനീച്ച നമ്മൾ അറ്റകേനൊക്കെ വരുമോ ഗൈസ്? എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഒക്കെ, മൈൻക്രാഫ്റ്റൊക്കെ നോക്കിയും കണ്ടൊക്കെ കളിക്കണം. പുതിയ കുറേ ജന്തുക്കൾ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേറ്റിൽ. ഒക്കെ നോക്കിയും കണ്ട് കളിച്ചില്ലെങ്കിൽ പണിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹണിയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഹണി ബീൻ്റെ കൂട്. ഒക്കെ തേനീച്ച ഗൈസ് പറന്ന് നടക്കാണ്, കൊച്ചു കള്ളൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഓക്ക് പ്ലാങ്ക്സ് തന്നെ വേണം ഗൈസ്. ഓക്ക് പ്ലാങ്ക്സ് തന്നെ പറിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഗൈസ്. തോന്നിയത് വെച്ച് പണിയെന്ന് നമ്മൾ വിചാരിക്കരുത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാം കൃത്യതയോടെ തന്നെ ചെയ്യണം. അതാണ് ഈ HMR സ്റ്റൈൽ ഗൈസ്. ഓക്കെ,
ചേവറിനല്ല എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും. സോ പ്രത്യേകിച്ച് ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് വാചകം അടിക്കുന്നില്ല. എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് മൈൻക്രാഫ്റ്റിൽ. സോ നമ്മുടെ സ്വന്തം വീടിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. സോ ആ ഒരു ടൈപ്പ് ആളാണ് ഗൈസ് ഇപ്പം ഞാനും. എൻ്റെ വീടിന് വേണ്ടി ഞാൻ ഏതോ ഒരു കാട്ടിൽ വന്നിട്ടുണ്ട്. പ്ലാൻസ് നമ്മൾ കുറേ വറച്ചെടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ മതിയായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിൽ പോവാം. ഇപ്പോൾ യാത്രയാവും ഗൈസ്. എന്നാലും ആ ഒരു ചെങ്ങായി അവിടെ പോയി ഗൈസ്. ഞാൻ കഴിഞ്ഞ വട്ടം വീട് എടുക്കണതിൻ്റെ പാർട്ട് 1 ഇട്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗൈസ് നമ്മളെ വീട് തെളിഞ്ഞ് വരുന്നുണ്ട്. വില്ലേജിനേക്കാളും മുമ്പ് നമ്മളെ വീടാണ് ഗൈസ് തെളിഞ്ഞ് വരുന്നത്. പക്ഷെ എന്താ ചെയ്യാൻ നോക്ക് ഗൈസ്. ഇതാണ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വീട് വെച്ചത്. ഇതല്ല കാരണം വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല, അത് കാരണമാണ് ഗൈസ് ഇവിടെ വെച്ചത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്ലാങ്ക്സ് ഫുള്ള് ഉണ്ടാക്കാം. എത്ര പ്ലാങ്ക്സ് കിട്ടി? 18 പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് എല്ലാ പ്ലാങ്ക്സും അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു 6 വട്ടം മുന്നോട്ട് കൊണ്ടുപോകണം ഗൈസ്. ഐ മീൻ ഇവിടെ ഗൈസ് 29 കിട്ടി. ഗൈസ് അപ്പോൾ അത്യാവശ്യം പ്ലാങ്ക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 1 2 3 4 5 6 ഗൈസ്. ഇതുപോലെ തന്നെ എല്ലാ വട്ടത്തും കൊണ്ടുപോകണം. ഇതാണ് ഗൈസ്, ഇവിടെയാണ് ഗൈസ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. സോ ഈ ഒരു ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ലുക്ക് സെറ്റാവും ഗൈസ്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ വീട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. സോ പിന്നെ ഈ ഒരു ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഫാമായിരിക്കും. നമുക്ക് കുതിരേനെയൊക്കെ കൊണ്ടുവന്ന് ഇടാനുള്ളതാണ്. കുതിരേനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്നിടാം. ഈ ഒരു ബയോമിൽ കുതിരേനെ കിട്ടാൻ ഇച്ചിരി പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വന്നിട്ട് ഇതുവരെ ഒറ്റ കുതിരേനെ കണ്ടിട്ടില്ല. വോൾഫിനെ നമുക്ക് വേണം കാട്ടിലൊക്കെ പോയി തപ്പണം. കാരണം എനിക്കൊരു പട്ടിക്കുട്ടീനെ വേണം ഗൈസ്. പട്ടിക്കുട്ടി ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല ഈ മൈൻക്രാഫ്റ്റിൽ. സോ അപ്പോൾ നമുക്ക് നമ്മുടെ മെയിലും കൂടി ഈ സംഭവം പോയി ചെയ്യാം. മെയിലിൽ പോയിട്ട് സംഭവം കറക്റ്റാണോ നോക്കണം. ഇവിടെ നിന്നായിരിക്കും ഗൈസ് പൊട്ടിച്ചു തുടങ്ങേണ്ടത്. ഗൈസ് കറക്റ്റാണ്. കൃത്യം അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഗൈസ് ഇനി നമുക്ക് ഈ ഒരു എല്ലാത്തിൻ്റെയും ഈ ഒരു അറ്റത്ത് പോയിട്ട് 2 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. 2 അല്ല ഗൈസ് 3 ബ്ലോക്ക് വയ്ക്കാം. ഇനി നമുക്ക് 1 2 3 ഇവിടെ നിന്ന് തുടങ്ങണം. 4 ഇവിടെ 2 ബ്ലോക്കേ ആയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ചാടാനൊന്നും പറ്റത്തില്ല. നമുക്ക് ചാടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാക്കണം ഗൈസ്. ഇതെന്താ എപ്പോഴും ഇവിടെ തന്നെ വരുന്നത്? ഒരുമാതിരി തമാശ കളിക്കല്ലേ, ഇഷ്ടപ്പെടുന്നില്ല. ഗൈസ് ഇപ്പോൾ ഏകദേശം ആയിരുന്നു. 1 2 3 ബ്ലോക്ക് മേലെ. ഗൈസ് നമുക്കിനി ഇവിടം വരെയൊക്കെ കൊണ്ടുവരണം. സൂക്ഷിച്ചും കണ്ടും വേണം ഗൈസ് പോവാൻ, അല്ലെങ്കിൽ നിലത്ത് വീഴും. ഷീൽഡ് കാരണമൊന്നും കാണാൻ പറ്റുന്നില്ല. പ്രായം തെന്നിൽ. ഗൈസ് 1 2 ഗൈസ് കുറച്ച് ഉയരെ സൈഡ് അങ്ങോട്ട് കൂടിപ്പോയി. അതിനും കുഴപ്പമില്ല. നമുക്കിനി ഇവിടെ നിന്ന് നേരെ കറക്റ്റായിരിക്കണം. ഇവിടെ അല്ല ഗൈസ് വയ്ക്കേണ്ടത്. ഇവിടെ അല്ല. അയ്യോ ഗൈസ് അത് അടിയിൽ പോയി. ഇവിടെ നിന്നല്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ നേരെ കൊണ്ടുവരണം. എന്തായാലും മേൽക്കൂര പണിയുള്ളതാണ്. സോ പ്രായം തന്നെ. ഇവരെന്താ അലമ്പടേ കാണിക്കണത്? അല്ലെ അലമ്പടേ സാരേ തൂക്കെ ബച്ചേ ഗൈസ്. ഇവിടെ കറക്റ്റായി. കുറച്ച് പ്ലാങ്ക്സ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഒന്ന് പറക്കാം. ഗൈസ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ ഓരോ ഇങ്ങനെ വിടവ് വന്ന് നിൽക്കുന്ന സൈഡിലും, അതായത് ഈ ഒരു കോർണേഴ്സിലൊക്കെ ഒന്ന് വെക്കണം. ഇയാൾ അലമ്പ ഉണ്ടാക്കാനായിട്ട്. ഇയാളല്ല ഗൈസ്, ഞാൻ എന്നെയാണ് പറയേണ്ടത്. എന്താ ചെയ്യുക, എനിമീസിനെ മോബ്സിനെ കൊല്ലണതിന് മാത്രം അത്യാവശ്യം പ്രോ ആയിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിലൊന്നും
വലിയ പ്രോയൊന്നുമല്ല. പക്ഷെ നമുക്ക് എന്തായാലും ഡോറ് വയ്ക്കാം. ഡോറ് ഓക്കേ ഗൈസ്. അയ്യോ ഗൈസ്, ഇവിടെ നിന്നല്ല, പുറത്തുനിന്നാണ് ഗൈസ് വെക്കേണ്ട ഡോറ്. എന്ത് തേങ്ങടേ. ഓക്കെ, അല്ല തേങ്ങയുടെ സാലേ. ഇത് വെച്ച് പൊട്ടിക്ക്. ഓക്കെ, പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ബെഡ് കൊണ്ടുവന്നിട്ട് ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചാടി പോകുന്നില്ല, ഫാൾ ഡാമേജ് കിട്ടണ്ട. സോ രാത്രിയാവാൻ പോവാണ് ഗൈസ്. നമുക്ക് കയറി ഉറങ്ങാം. അതിൻ്റെ ഡ്യൂറിങ് തണ്ടർ സ്ട്രോംസ്. ഓക്കെ, തണ്ടർ സ്ട്രോം ഉള്ള നേരത്ത് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന്. എന്ത് കഷ്ടമാണ് ഗൈസ്. എന്തായാലും ഇപ്പോൾ രാത്രിയാവും. ഓക്കെ, പുറത്തൊന്നും ഇറങ്ങണ്ട, നമുക്ക് എന്തായാലും വെല്ല് കയറി ഉറങ്ങാം. എന്തായാലും ഇപ്പോൾ രാത്രിയാവുന്നതായിരിക്കും. ഉറങ്ങണോ? ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ സൺസെറ്റ് കണ്ടിരിക്കാം. ഗൈസ്, ആകാശത്തിൻ്റെ നിറമൊക്കെ മാറുന്നുണ്ട്. ഏതാ വൈബല്ലേ. ഓക്കെ, പക്ഷെ ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നാണ് ഈ സൺസെറ്റ് നോക്കേണ്ടത്. ബെഡ്റൂമിൻ്റെ അവിടെ തന്നെ സൺസെറ്റ് അല്ലേ, കിട്ടില്ല. ഒക്കെ സീനായിട്ടുണ്ട്. സെറ്റ് ബെഡ്റൂമിൻ്റെ അവിടെ തന്നെ സൺസെറ്റ്. അത് നൈസായിട്ടോ, പൊളിച്ച്. ഓക്കെ, ഈ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, ബെഡ്റൂമിൻ്റെ അവിടെ തന്നെ സൺസെറ്റ് ഉണ്ടാവുന്നത്. കയറി ഉറങ്ങാം. ഓക്കെ, നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ നൈറ്റാണ് ഗൈസ് ഇത്. രണ്ടാമത്തെ നൈറ്റ്. ഓക്കെ, നമുക്കിനി എന്തായിരുന്നു ഗൈസ് ചെയ്യേണ്ടത്? ഓക്കെ, ആവശ്യമില്ലാത്ത അവിടെ ഇവിടെയൊക്കെ വെച്ച ബ്ലോക്ക് നമുക്ക് പോയി പറിച്ചുകൊണ്ട് വരണം. ഓക്കെ, വാളും കൊണ്ട് പുറത്തിറങ്ങാം, കാരണം ക്രീപ്പേഴ്സ്, ആ ജന്തുക്കളൊക്കെ അവിടെ ഉണ്ടാവും ഗൈസ്. ഇച്ചിരി കഷ്ടമാണ് അവരുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു പ്ലാങ് ഉണ്ട്, സോ ഇതെടുക്കാം. രാവിലെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ ഇവിടെ കയറി ഇരിക്കും ഗൈസ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേർട്ടൊക്കെ എടുത്ത് മാറ്റാം. ഓക്കെ, നമുക്ക് ഇതും കുത്തി മേലിലോട്ട് പോകണം ഗൈസ്, കാരണം മേലിൽ ഇവൻ വെറുതെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവം. ഓക്കെ, നമ്മുടെ പ്ലാങ്ക്സ്. ഗൈസ്, നമ്മുടെ വീട് ഭയങ്കര ഹൈറ്റായില്ലേ. ഓക്കെ, ഭയങ്കര ഹൈറ്റായി നമ്മുടെ വീട്. ഇതാണ് ഗൈസ്, നമ്മൾ ഉണ്ടാക്കുമ്പോൾ വീട് എപ്പോഴും ഒരു ഹൈ ലെവലിൽ സംഭവമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ഈ കുഞ്ഞ് വീടിൻ്റെ തുടക്കത്തിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു രാജാവായിട്ട് ഇരിക്കാനുള്ളതാണ് ഗൈസ് ഇനി മുതൽ. ഈ ഒരു വില്ലേജുകളുടെയൊക്കെ ഈ ഒരു വില്ലേജിൻ്റെ രാജാവായിട്ട് ഞാൻ ഇനി വാഴും ഗൈസ്. വാഴണം. ഓക്കെ, ഇതെന്ത് വലുതാണേ. ഓക്കെ, ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നമ്മളൊരു ടോർച്ച് കുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇരുന്നോട്ടെ, നമ്മുടെ മേലിലൊക്കെ ഇച്ചിരി വ്യൂ ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ സാധനം അപ്പോൾ നമുക്ക് മേലിൽ നിന്ന് മൂടി ഉണങ്ങാം. 1 2 കഴിഞ്ഞ. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ വെറുതെ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതും എടുക്കാം. ഓക്കെ, പ്ലാങ്ക്സ് വെറുതെ കളയാനില്ല. അയ്യോ ഗൈസ്, നമ്മളിനി താഴോട്ട് പോകത്തില്ല. ഓക്കെ, ഈ ഒരു ഓട്ട നമുക്ക് മൂടാം. ഓക്കെ, സേന്നാണ്. ഓക്കെ, ഇവിടെ ഒരു ഹൈബലേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈബലേ എന്നാണ്ടല്ലേ ഗൈസ് പേര്. ഇവിടെ എങ്ങാണ്ട് ഹൈബലേ. തേങ്ങയാണ് ഗൈസ്, ഹൈബലേക്കൊന്നും വീണില്ല. ഓക്കെ, ഹൈബലേ സാലേ. ഓക്കെ, നമുക്ക് നമ്മുടെ പണ്ടത്തെ വീട്ടിലോട്ട് വരാം. പണ്ടത്തെ വീട്, നമുക്ക് ബെഡ്, ഈ ഒരു ബെഡ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഗൈസ്. ഓക്കെ, ആ ഒരു ബെഡ് നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഓക്കെ, നമുക്കിനി ബ്രഷ് നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കളക്ഷൻ, എത്ര നാൾ ഉണ്ടാക്കിയത്. എന്തൊക്കെയോ ചപ്പും ചവറൊക്കെ ഇരിപ്പുണ്ട്, എടുക്കണോ? ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഓക്കെ 4 എണ്ണം ഗൈസ്, ഒരെണ്ണം വെച്ച് 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ 4 എണ്ണം കിട്ടി. നമുക്ക് എന്തായാലും നമ്മുടെ മേൽക്കൂര പോയി ഫിനിഷ് ആക്കാം. ഈ ഒരു 4 എണ്ണം വെച്ച് ഫിനിഷ് ആക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഉറപ്പ്. ഓക്കെ, മാത്രമല്ല നമുക്ക് ഗ്ലാസും വെക്കണം. സോ ഓക്കെ, ആ ഒരു സൺസെറ്റ് നേരം ഭയങ്കര കിടിലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സൺസെറ്റ്. ഓക്കെ, നമ്മുടെ ബെഡ്റൂമിൻ്റെ അവിടെ തന്നെ സൺസെറ്റ് കിടിലായിരുന്നു. പിന്നെ നമുക്ക് ഇത് റൂമാകെ ഈ വീടാകെ ഇരുട്ട് പിടിച്ച് കിടക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ലൈറ്റും കൂടി വെക്കണം. നമുക്ക് ടോർച്ച് ലൈറ്റ് അല്ല, നമുക്ക് ലാൻറ്റേൺ വെക്കണം. എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ലാൻറ്റേൺ വെക്കണം എന്നുള്ളത്. സൺസെറ്റ് ഓക്കെ ഇവിടെ അല്ല ഗൈസ്, ഇവിടെയാണ് നമുക്ക് ആദ്യം വെക്കേണ്ടത്, കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ വീട് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വെക്കണം. ഓക്കെ, ട്രിക്ക് യൂസ് ചെയ്യാം. അടാ, അറ്റത്ത് കൊണ്ട് വെച്ച് ഇയാളെന്താ അലമ്പടേ. ഓക്കെ, ഇനി ആ ഗ്ലാസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓക്കെ,
അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. ഗ്ലാസ്സൊക്കെ നമുക്ക് പിന്നെ വയ്ക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ബെഡ്റൂം അത്യാവശ്യം ക്രിയേറ്റ് ചെയ്തല്ലേ. ഓക്കെ, ബെഡ് നമുക്ക് നേരെ അവിടെ കൊണ്ട് വയ്ക്കാം. നമ്മുടെ ചുവന്ന ബെഡ്. ഓക്കെ, എന്തായാലും ഇവിടെ അല്ലേ ഗൈസ് സൺസെറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഏറ്റ് വയ്ക്കാം നമ്മുടെ ബെഡ്. ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞ് വയ്ക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഓക്കെ ഗൈസ്, സെറ്റ് നൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സൺസെറ്റ് കണ്ടിട്ട് നേരെ ഇവിടെ കിടന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ. ഓക്കെ, സ്പൈഡറൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, സ്പൈഡർ കയറാണ്ടിരിക്കാൻ നമുക്ക് അവിടെയും ഗ്ലാസ്സൊക്കെ വെക്കണം. സോ അതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കണം. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം ഗൈസ്. നമ്മൾ അധികം ലേറ്റ് ഒന്നും ആക്കുന്നില്ല, നേരെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാം. ഓക്കെ, വീടിൻ്റെ പകുതി ഒരു 90% കംപ്ലീറ്റ് ആയി ഗൈസ്. 95% ആ ഒരു ഇതും കൂടി വെച്ചാൽ മതി. ഗൈസ്, അപ്പോൾ നമ്മുടെ വീട് പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പകുതി ഗൈസ്. നമുക്ക് ഇനി ഒരു ഗ്ലാസും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം. ഓക്കെ, വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എപ്പിസോഡ് ഇത് എത്രാമത്തെ? ഓക്കെ, 4ാമത്തെ എപ്പിസോഡ് ഗൈസ്. 4ാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മളൊരു വീടൊക്കെ പണിഞ്ഞേക്കാണ്. ഓക്കെ, ഓ സന്തോഷം. ഓക്കെ, എന്തായാലും നമുക്ക് പൊട്ടിച്ചങ്ങ് എടുക്കാം. ഓക്കെ, ഇൻവെൻട്രിയിൽ ചിലപ്പോൾ എല്ലാം കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊട്ടിച്ചെടുക്കടാ. ഒക്കെ ചാടി വന്നിട്ടുണ്ട് ഗൈസ്. ഒക്കെ ഇവിടെ എന്താ ഉള്ളത്? ഇതിലും കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇൻവെൻട്രിയിൽ കയറുമോ? ഇല്ല ഗൈസ്, ഇതൊന്നും ഇൻവെൻട്രിയിൽ കയറത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളതൊക്കെ അതിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീട് അത്യാവശ്യം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അവിടെ ഡേർട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയണം. വീടിൻ്റെ മേലിലൊരു തേങ്ങയും പാടത്തില്ല, ആ ഒരു ടോർച്ച് മാത്രം. ഓക്കെ, എന്തോന്നാണ് കാണിക്കുന്നത്? ഓക്കെ ഗൈസ്, ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗൈസ് നമ്മുടെ ചെസ്റ്റും സംഭവങ്ങളൊക്കെ വരിക. ചെസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ ആവശ്യമില്ലാത്ത സാധനം, അതായത് ആവശ്യമില്ലാത്തല്ല, നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ. 5 ഇതിരിപ്പുണ്ട് കേട്ടോ. നമുക്കപ്പോൾ 5 ഇത് പോയിട്ടുണ്ടാക്കണം. നമ്മുടെ ഗ്ലാസ്. ഓക്കെ, ബോട്ടൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു തേങ്ങയും നടന്നില്ല. ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ ഇത് ഗ്രാവലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്, എന്തിനാണ്? ഓക്കെ, ബ്രെഡ്, പിന്നെ ഹായ് ബലേന്നല്ല കേട്ടോ, ഹൈ ബെയിൽ. ഓക്കെ, കൂട്ടുകാരൻ പറഞ്ഞതാണ്. അമ്മനോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടും. ഓക്കെ, ഏറ്റവും എക്സ്പെൻസീവ്. ഓക്കെ, എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ നമുക്ക് വേറൊരു പെട്ടിയിലാക്കണം. ഓക്കെ, അതൊന്നും ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പാടത്തില്ല. അത് നമ്മുടെ ബെഡ്റൂമിൻ്റെ അവിടെയുള്ള. ഓക്കെ, ഇത് എക്സ്പെൻസീവാണ്, ഇതവിടെ അതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. ഓക്കെ, ഇത് എക്സ്പെൻസീവാണ്, ഇതും എക്സ്പെൻസീവാണ്. സോ ഓക്കെ, കോള് നമ്മുടെ ഫെർണൈസിൻ്റെ അകത്താണ് യെസ്, അത് നമ്മൾ എടുക്കാൻ മറന്നു. ഓക്കെ, ഇതിരുന്നോട്ടെ. എല്ലാം കൂടി അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല കേട്ടോ, ചിലതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോഴും വേണം. ഓക്കെ ഗൈസ്, ചാർജും തീർന്ന്. ഓക്കെ, ആ ഒരു സംഭവം കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ വീട് ഫുള്ള് സെറ്റാക്കണം. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പോന്നോട്ടെ. ഓക്കെ, ഇവിടെ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഓക്കെ, പോന്നോട്ടെ. ഓക്കെ, നമ്മുടെ പിക്കാക്സ് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച്. ഓക്കെ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിള്, ബെഡ് ഇപ്പോൾ വേണ്ട. ഓക്കെ, അയ്യോ ഗൈസ്, പിക്കാക്സ് എടുത്തില്ല. ഓക്കെ, ഈ സാധനം ഇപ്പോഴും എയറിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, പിക്കാക്സ് എടുത്തുകൊണ്ട് വന്ന് പൊട്ടിക്കണം ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ ഫെർണൈസ് അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അങ്ങ് പോവും. ഓക്കെ, ഹായ്ബല അവിടെ ഇരുന്നോട്ടെ ഗൈസ് സൈഡിൽ. പിന്നെ നമുക്ക് നമ്മുടെ ഹോഴ്സിനൊക്കെ കണ്ടുപിടിക്കണം. ഹോഴ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ വെക്കാം. 2 ഡോറും തുറന്നിട്ടുണ്ട്. 2 ഡോറും തുറന്നിട്ട് രാജകീയമായി നമ്മൾ കയറുകയാണ് ഗൈസ്. എൻ്റെ അമ്മേ, എനിക്ക് എന്നെ സന്തോഷമാവുന്നു. ഓക്കെ, ബാക്കിയുള്ള സംഭവങ്ങൾ ഒക്കെ. ഈ ഒരു സാധനം എക്സ്പെൻസീവ് ആട്ടോ, 6 മടിയിലോ. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് വയ്ക്കാം.
കാരണം എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. എടുത്തുകൊണ്ട് പോകുക മീൻസ് വല്ലവരൊക്കെ വന്ന് നമ്മളെ കൊല്ലുമ്പോൾ. ഓക്കെ, നമുക്ക് മാപ്പ് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ വില്ലേജറിൻ്റെ വീട്ടിൽ ഞാൻ കയറിയൊന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ് ഈ ഒരു മാപ്പ്. നമുക്ക് മാപ്പ് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം. സോ എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ കയ്യിലഞ്ഞിരുന്നോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. കുറച്ചുകൂടി സംഭവങ്ങൾ ചെയ്യാണ്ട് ഗ്ലാസ് ഒക്കെ വെക്കണം. അതോട് കഴിഞ്ഞ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഈ ഒരു വീട് പണിയിൽ കഴിഞ്ഞു. സോ അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. ഇഷ്ടട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കിടിലൻ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ കേട്ടോ, ടാറ്റ ടാറ്റ ടാറ്റ.